ഉണ്ടായ അനുഭവം അൻവർ ഓർമ്മപ്പെടുത്തുന്നു. അൻവറിനെ കാത്തിരിക്കുന്നത് യുവദാസിന്റെ അനുഭവമാണെന്ന്. പുള്ളിൻ്റെ അനുഭവം എന്താ? ഈ പറയുന്ന ആളിപ്പോൾ എവിടെ ഇരിക്കുന്നത്? ഈ പറയുന്ന ആൾ വീട്ടിലിരിക്കല്ലേ? ആലത്തൂര് ഒരു പണിയില്ലാതെ അങ്ങനെ വീട്ടിലിരിക്കേണ്ട ആളല്ലല്ലോ. അപ്പം അതൊക്കെ അനുഭവിച്ച ആളുകളാണ്. ഇനി എന്തെങ്കിലും അൻവറിനെതിരെ പറഞ്ഞിട്ട് പിണറായിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു സൗകര്യം എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കുകയാണ്. പുള്ളിയൊക്കെ എവിടെ എത്തിയിരിക്കുക എന്നുള്ളത് നിങ്ങൾ പാലക്കാട് ജില്ലയിൽ പോയി അന്വേഷിച്ചാൽ മതി. PV അൻവർ ഈ പൊതുരംഗത്ത് ജനങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. സഖാവ് ബാലേട്ടനോട് പറയാനില്ല. അതാണ് അവനവൻ്റെ കാര്യം ബാലേട്ടൻ നോക്കിയാൽ ഇനിയില്ല കുറച്ച് കാലമെങ്കിലും എന്താ പറയുക അങ്ങനെ നിറഞ്ഞു നിൽക്കുക. പിണറായിസം കേരളത്തിൽ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാനത്തെ ആണി നിലമ്പൂരിൽ അടിച്ചു കഴിഞ്ഞു. ഇതന്നെ ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിന് ബാക്കി മണി മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വെറുതെ പിണറായിസം താങ്ങി നടന്നിട്ട് ഇപ്പം ആ നാട്ടിൽ അദ്ദേഹത്തിന് ആ പഞ്ചായത്തിലെങ്കിലും ചെറിയ നിലയും വിലയുണ്ട്. അത് ദയവായി ബാലേട്ടൻ കളയരുതെന്നാണ് ആ വിഷയത്തിൽ സഖാവ് ബാലേട്ടനോട് എനിക്ക് പറയാനുള്ളത്. ആരാ വാതിൽ മുട്ടാൻ പോയത്? നമ്മൾ വാതിൽ അടച്ചെന്ന് ഇറങ്ങിയതല്ലേ. ആ ഇറക്കം, ആ നടത്തം തുടരുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ പാർട്ടി സംഘാടനവും 22 നവംബറിൽ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പരമാവധി ആളുകളെ മത്സരിപ്പിച്ച് അത് സംഘടനാശേഷി വർദ്ധിപ്പിച്ച് സാധാരണക്കാരായ ആളുകൾക്കും പ്രവർത്തകർക്കും ഈ ത്രിതല പഞ്ചായത്തിലെ ഭരണത്തിലെത്തി നാട്ടിലെ ജനങ്ങളുടെ വിഷയങ്ങൾ ഉയർത്തി കൊണ്ടുവരാനുള്ളൊരു സാഹചര്യം ഒരുക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനമായി ഞങ്ങൾ സജീവമായി മുന്നോട്ട് പോവാണ്. പ്രഖ്യാപിച്ചോ? ഓ, സന്തോഷം. അല്ല, അത് സ്വാഭാവികമായി അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, ഒരു മന്ത്രിയുടെ ജീവൻ രക്ഷിക്കുന്ന വിഷയം, അന്നത്തെ അവിടെ നടന്ന ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ എന്താണെന്നല്ല നമുക്കറിയില്ല. എൻ്റെ വിഷയം അതൊന്നുമല്ല. എൻ്റെ വിഷയം പഠിച്ച പണി 18 ഈ പറയുന്ന അജിത് കുമാറിനെ പോറ്റുമകനെ DGP ആക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വഴിവിട്ട മാർഗങ്ങളും സ്വീകരിച്ചു. നിങ്ങളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് UPSC എന്ന് പറയുന്ന കേന്ദ്ര ഈ ഏജൻസി അത് കൃത്യമായ ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട് സുപ്രീം കോടതി വരെ UPSC ആണ് ഈ കാര്യത്തിൽ അവസാനത്തെ ഫൈനൽ ലിസ്റ്റ് അവർ പ്രഖ്യാപിക്കുന്ന ലിസ്റ്റിൽ നിന്ന് ആ 3 ആളുകളിൽ നിന്ന് DGPയെ നിയമിക്കാൻ പാടുള്ളൂന്ന് കൃത്യമായ മാർഗനിർദ്ദേശം കൊടുത്തിട്ട് അതിനെപ്പോലും ഒരു സിസ്റ്റത്തെ മറികടക്കാനാണ് മുഖ്യമന്ത്രി പരിശ്രമിച്ചത്. ആ സിസ്റ്റത്തെ മറികടക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമം പരിപൂർണമായും പരാജയപ്പെട്ടില്ലേ? അതിൽ എനിക്ക് അങ്ങേയറ്റത്തെ എന്താ പറയുക, പോരാട്ടം നയിച്ചതിൻ്റെ അവസാനത്തെ റിസൾട്ടാണ്. ഇദ്ദേഹത്തെ പോലെയുള്ളൊരു കാട്ടുകള്ളനെ പിടിച്ച് വീണ്ടും ഈ DGP പദവിയിൽ ഇരുത്തിയാൽ എന്താകും അതിൻ്റെ സ്ഥിതി എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം.